ഹലോ. ഹലോ. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ രക്ഷിതാക്കളെ, ഉസ്താദുമാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രവാസ യൗവനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും സമഗ്രമായ പരിശീലനം ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന റിസാല സ്റ്റഡി സർക്കിൾ സംഘടിപ്പിച്ച സാഹിത്യോത്സവന്റെ ഈ മഹത്തായ വേദിയിൽ സാമൂഹ്യ തിന്മകൾ വിദ്യാർത്ഥി പ്രതിരോധം എങ്ങനെ സാധ്യമാക്കാം എന്ന വിഷയത്തെക്കുറിച്ച് അല്പം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തുണയ്ക്കട്ടെ, ആമീൻ. പ്രിയരെ, ഈ കാലഘട്ടത്തിൽ നാം വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് സാമൂഹ്യ തിന്മകൾ. ആദ്യമായി, എന്താണ് സാമൂഹ്യ തിന്മകൾ? ഈ സാമൂഹ്യ തിന്മകൾ എങ്ങനെയാണ് മനുഷ്യരാശിയെ ബാധിക്കുന്നത്? സുഹൃത്തുക്കളെ, നാം അനുദിനം പുരോഗതിയിലേക്ക് മുന്നേറുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മനുഷ്യ ജീവിതം എളുപ്പമാക്കിയെങ്കിലും അതോടൊപ്പം തന്നെ പലവിധ തിന്മകളും സമൂഹത്തിൽ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സമൂഹത്തിൽ കാണപ്പെടുന്ന പ്രധാന തിന്മകളിൽ ഒന്നാണ് മയക്കുമരുന്ന് ഉപയോഗം. യുവതലമുറയെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന ഈ ദുരഭ്യാസം കുടുംബങ്ങളെയും സമൂഹത്തെയും ഒരുപോലെ തകർക്കുന്നു. അഴിമതി മറ്റൊരു വലിയ സാമൂഹ്യ തിന്മയാണ്. സത്യസന്ധതയും നീതിയും മറന്ന് സ്വാർത്ഥത മാത്രം മുൻനിർത്തുന്ന പ്രവണത സമൂഹത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ ദുർബലമാക്കുന്നു. സ്ത്രീകളോടുള്ള അതിക്രമങ്ങൾ, കുട്ടികളോടുള്ള അനീതികൾ, വൃദ്ധരോടുള്ള അവഗണന, ഇവയൊക്കെ നമ്മുടെ മനസ്സാക്ഷിയെ ഉണർത്തേണ്ട വിഷയങ്ങളാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരണം ഇത് വലിയൊരു സാമൂഹ്യ തിന്മയായി മാറിയിരിക്കുന്നു. കേവലം സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി സ്വയം നിർമ്മിച്ച വീഡിയോയിലൂടെ ഒരു പാവപ്പെട്ട യുവാവിന്റെ ജീവിതം നഷ്ടപ്പെട്ടതും നാം കണ്ടു. ആ കുടുംബത്തിന് നീതി നൽകാൻ ഇവിടെ ആരുണ്ട്? ഇനി ക്യാമ്പസിന്റെ അകത്തളങ്ങളിലേക്ക് നാം വരുമ്പോൾ അശ്ലീലങ്ങളിൽ അഭിരമിക്കുന്ന, അധാർമികതയിൽ അഴിഞ്ഞാടുന്ന, ലഹരിയിൽ ആനന്ദം കണ്ടെത്തുന്ന, അച്ചടക്കവും ഉത്തരവാദിത്വ ബോധവും തൊട്ട് തീണ്ടാത്ത നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ദയനീയമായ കഥകളും സംഭവങ്ങളുമാണ് ഈ സമീപകാലത്തായി നാം കേൾക്കേണ്ടി വരുന്നത്. ഇവർ പലപ്പോഴും രാഷ്ട്രത്തിനും സമൂഹത്തിനും ഒരു ബാധ്യതയായി മാറുകയും ചെയ്യുന്നു. മദ്യം, പെൺവാണിഭം, കൊട്ടേഷൻ പരിശീലനം, വർഗീയ പ്രവർത്തനങ്ങൾ, തീവ്രവാദത്തിന്റെ ഇരകൾ, അശ്ലീല വായനകളുടെയും കാഴ്ചകളുടെയും പ്രേക്ഷകർ, ഇതുകൊണ്ടൊക്കെ ക്യാമ്പസ് നിറയുന്നത് എന്തുകൊണ്ട്? സർവ മാഫിയകൾക്കും വേണ്ടി തുറക്കപ്പെടേണ്ടതാണോ നമ്മുടെ ക്യാമ്പസ് കവാടങ്ങൾ? വിദ്യാർത്ഥികൾ എന്ന നിലയിൽ എങ്ങനെയാണ് നാം ഈ പ്രശ്നങ്ങൾ നോക്കിക്കാണേണ്ടത്? എന്താണ് ഇതിനൊരു പരിഹാരം? പ്രിയമുള്ളവരെ, ഞാൻ മനസ്സിലാക്കുന്നു, ഈ സാമൂഹിക തിന്മകൾക്കെതിരെ, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികളെ കൂടി ബാധിക്കുന്ന ലഹരിക്കെതിരെയുള്ള പ്രതികരണങ്ങളും പോരാട്ടങ്ങളും അത് ശക്തമായി സംഘടിപ്പിക്കാൻ, അത് സമൂഹത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് കുട്ടികളിലൂടെയാണ്. ഈ സാമൂഹ്യ തിന്മകളുടെ വിഭാടനത്തിനായി നെഞ്ചുറപ്പോടെ നമുക്ക് നിലകൊള്ളണം. പ്രിയരെ, ക്യാമ്പസും പരിസരവും ശുദ്ധീകരിക്കപ്പെടണം. ക്യാമ്പസ് മലിനമാക്കി പണം കൊയ്യുന്ന ഗൂഢശക്തികളെ പൊതുജന മധ്യേ തുറന്നു കാട്ടപ്പെടണം. ഇത്തരം ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്വ ബോധവും കടമയുമാണെന്ന് ബോധ്യപ്പെടുത്തലും ഇതിലൂടെ നാം മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. പ്രിയരെ, ആശങ്കപ്പെട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇനി പ്രതീക്ഷയെ കുറിച്ച് കൂടി ഞാൻ പറയാം. നന്മയിലേക്ക് വഴി കാണിക്കുകയും തിന്മയെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം നിങ്ങളിൽ എന്നും ഉണ്ടായിരിക്കണം. അവർ തന്നെയാണ് യഥാർത്ഥ വിജയികൾ എന്ന ഈ ഖുർആനിക അധ്യാപനവും വിളംബരപ്പെടുത്തുന്നത് ഉത്തരത്തെയാണ്. പ്രിയരെ, നാം വിശ്വാസികളായ വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിക വചനത്തിൽ നിന്നും പ്രവാചക അധ്യാപനത്തിൽ നിന്നും
പ്രചോദനം ഉൾക്കൊണ്ട് ഇത്തരം സാമൂഹിക തിന്മകളുടെ വിഭാടനത്തിനായി നെഞ്ചുറപ്പോടെ നമുക്ക് നിലകൊള്ളാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇവിടം പുലരുന്നത്